ചില ആളുകളുടെ ഒരു സ്വഭാവമാണ് മറ്റുള്ളവരെ വേദനിപ്പിക്കുക, അതിൽ നിന്നും ആനന്ദം കണ്ടെത്തുക എന്നിങ്ങനെയുള്ളത്. ജീവിതത്തിൽ മറ്റുള്ളവരാൽ മുറിവേക്കാത്തവർ ചുരുക്കമായിരിക്കും. വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും മറ്റുള്ളവരെ മുറിവേൽപ്പിക്കുവാൻ ചില ആളുകൾക്ക് ഒരു മടിയുമില്ല. തങ്ങൾ കാരണം മറ്റൊരാൾ വേദനിക്കുന്നതോ അവർക്കുണ്ടാകുന്ന സങ്കടമോ ഇത്തരക്കാരെ ബാധിക്കുകയില്ല. അവർക്കതിൽ പശ്ചാത്താപമോ മനസ്താപമോ തോന്നുകയുമില്ല എന്നതാണ് വാസ്തവം. കാരണം അത് അവരുടെ സ്വഭാവത്തിൽ അലിഞ്ഞു ചേർന്നിരിക്കുന്നതാണ്. ഇവരെങ്ങനെ ഇത്രയും കഠിന ഹൃദയരാകുന്നു എന്ന് മറ്റുള്ളവർ അതിശയപ്പെടും. പക്ഷെ അവരെ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല. കാരണം അവരുടെ ജനിച്ച നാളിൻ്റെ അതുപോലെ തന്നെ രാശിയുടെയും പ്രത്യേകതയാണ് എന്നാണ് ജ്യോതിഷപ്രകാരം പറയുവാൻ സാധിക്കുന്നത്. അങ്ങനെയുള്ള മറ്റുള്ളവരെ വേദനിപ്പിക്കുന്ന, അവരുടെ ഹൃദയം തകർക്കുന്ന നിലയിൽ പെരുമാറുന്ന ചില നക്ഷത്രജാതർ ഉണ്ട്. ആരൊക്കെയാണ് ആ നക്ഷത്രജാതർ എന്നതാണ് നമ്മളിവിടെ പരിശോധിക്കുന്നത്. അതിൽ ആദ്യമായി വരുന്നത് വിശാഖം, അനിഴം, തൃക്കേട്ട എന്നീ നക്ഷത്രങ്ങൾ ഉൾപ്പെട്ട വൃശ്ചികം രാശിക്കാരാണ്. മറ്റുള്ളവരെ വൈകാരികമായി ആഴത്തിൽ മുറിവേൽപ്പിക്കുവാൻ വൃശ്ചികം രാശിക്കാർക്ക് സാധിക്കും. കാരണം ഇവരുടെ തീവ്രവും തീക്ഷ്ണവുമായ സ്വഭാവവും പ്രവചനാതീതമായ പ്രകൃതവും ഒക്കെ തന്നെയാണ് ഇതിന് കാരണം എന്ന് പറയുന്നത്. എപ്പോൾ വേണമെങ്കിലും ഇവർ വളരെയധികം കോപിഷ്ഠരാവുകയും ഉഗ്രരൂപത്തിൽ പൊട്ടിത്തെറിക്കുകയും ചെയ്തേക്കാം. ഇങ്ങനെയുള്ള കാര്യങ്ങൾ മറ്റുള്ളവർക്ക് വളരെയധികം വേദന ജനിപ്പിക്കുന്ന കാര്യങ്ങളായി മാറാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ്. അടുത്തതായി മകയിരം, തിരുവാതിര, പുണർദം എന്നീ നക്ഷത്രങ്ങളാണ്. മിഥുനം രാശിയിൽപ്പെട്ട ഈ നക്ഷത്ര ജാതർക്ക് ഇരട്ട സ്വഭാവമായിരിക്കും ഉണ്ടാവുക. പല സാഹചര്യങ്ങളിലും ഇവരുടെ ഈ സ്വഭാവം ഒപ്പമുള്ളവരെ ആശയക്കുഴപ്പത്തിലാക്കും. അവരുടെ ആത്മാർത്ഥതയിലും ഉദ്ദേശങ്ങളിലും മറ്റുള്ളവർക്ക് സംശയം തോന്നിയേക്കാം. വായുരാശിയായ മിഥുനം പലപ്പോഴും ഈ സ്വഭാവം ബന്ധങ്ങളിലെ വൈകാരികമായ മാറ്റങ്ങൾക്ക് കാരണമാകുന്നതിന് ഇടയാക്കുന്നു. ഈ രാശിയിൽ ജനിച്ചവർ സാഹചര്യങ്ങളോട് പെട്ടെന്ന് പൊരുത്തപ്പെടുന്നതിനും ആശയവിനിമയമായ കഴിവുകൾ ഉപയോഗിക്കുന്നതിലും പേരുകേട്ടവരാണ്. എന്നിരുന്നാലും അവരുടെ ഏത് സമയവും മാറാവുന്ന സ്വഭാവം വൈകാരിക ബന്ധങ്ങളെ പ്രവചനാത്മകമാക്കും എന്ന് നിസ്സംശയം പറയുവാൻ സാധിക്കും. വ്യക്തിത്വത്തിൻ്റെ രണ്ട് വശങ്ങളെയും പ്രതിനിധീകരിക്കുന്ന ഇരട്ടകളാണ് മിഥുനം രാശിയുടെ ചിഹ്നം പോലും. ഈ ദ്വൈതഭാവം അവരുടെ മാനസികാവസ്ഥയിലും പെരുമാറ്റത്തിലും പ്രകടമാകും. ബന്ധങ്ങളിൽ തെറ്റിദ്ധാരണകളിലേക്കോ പൊരുത്തക്കേടുകളിലേക്കോ നയിക്കുന്ന ഈ സ്വഭാവം ഒപ്പമുള്ളവർക്ക് ഒരു വെല്ലുവിളിയായി തീരും എന്നത് നിസ്സംശയം പറയാം. മിഥുനം രാശിക്കാർ സാമൂഹികവും ആകർഷകവുമായ സംഭാഷണങ്ങൾ ആസ്വദിക്കുന്നവരാണ്. മറ്റുള്ളവരെ എളുപ്പത്തിൽ ആകർഷിക്കുവാൻ അവർക്ക് കഴിയും. എന്നിരുന്നാലും വൈവിധ്യത്തിനായുള്ള അവരുടെ ആഗ്രഹം ബന്ധങ്ങളെ അസ്വസ്ഥതയിലേക്ക് നയിച്ചേക്കാം. ഇത് വികാരങ്ങളിൽ പെട്ടെന്നുള്ള വ്യതിയാനങ്ങൾക്ക് കാരണമാവുകയും ചെയ്യും. ഇത് കൂടെയുള്ളവർക്ക് ആശയക്കുഴപ്പം ഉണ്ടാക്കുക തന്നെ ചെയ്യും. അടുത്തതായി മകം, പൂരം, ഉത്രം എന്നീ നക്ഷത്രക്കാരാണ് ചിങ്ങം രാശിയിൽപ്പെട്ട. മറ്റുള്ളവരുടെ ശ്രദ്ധയും പ്രീതിയും ആരാധനയും ആഗ്രഹിക്കുന്ന ചിങ്ങം രാശിക്കാരുടെ പ്രകൃതം മറ്റുള്ളവരെ പലപ്പോഴും സങ്കടത്തിൽ ആഴ്ത്തും. കാരണം തങ്ങൾ അവരോട് കാണിക്കുന്ന പ്രതിപത്തിയും സ്നേഹവും കണ്ടില്ലെന്നടിച്ച് മറ്റുള്ളവരുടെ സ്നേഹത്തിൻ്റെയും അംഗീകാരത്തിൻ്റെയും പിന്നാലെ അലയുന്നവരാണ് ഇക്കൂട്ടർ.
ചിങ്ങം രാശിക്കാർക്ക് പലപ്പോഴും മറ്റുള്ളവരുടെ ശ്രദ്ധ അവരിലേക്ക് വരുവാൻ ആഗ്രഹിക്കുന്നു. ഇത് ചിലപ്പോൾ അവരുടെ പങ്കാളികളിൽ നിന്നുണ്ടാകുന്ന അവഗണനയുടെ ഫലമായുണ്ടാകുന്ന തോന്നലുകളാണ്. ഊർജ്ജസ്വലമായ വ്യക്തിത്വവും ശ്രദ്ധാകേന്ദ്രമാകാനുള്ള ആഗ്രഹത്തിൻ്റെയും പേരുകേട്ടവരാണ് ഈ കൂട്ടർ. ഈ സ്വഭാവം നല്ലതാണെങ്കിലും ബന്ധങ്ങളിൽ വെല്ലുവിളികൾ സൃഷ്ടിക്കുവാൻ ഇത് കാരണമാകും. അടുത്തതായി ഈ ഗണത്തിൽ വരുന്നത് മൂലം, പൂരാടം, ഉത്രാടം എന്നീ നക്ഷത്രങ്ങൾ സ്ഥിതി ചെയ്യുന്ന ധനുരാശിക്കാരാണ്. ധനുരാശിയുടെ ആരെയും കൂസാത്ത മനോഭാവവും തന്നിഷ്ടപ്രകാരം കാര്യങ്ങൾ ചെയ്യുന്ന രീതിയും ഒപ്പമുള്ളവരിൽ നിന്നും അവരെ ഒറ്റപ്പെടുത്തും. പലപ്പോഴും കൂടെയുള്ളവർക്ക് അധിക നേരം ഇവർക്കൊപ്പം തുടരുവാൻ സാധിക്കുകയില്ല. അടുത്തതായി ഗണത്തിൽ വരുന്നത് ഉത്രാടം, തിരുവോണം, അവിട്ടം എന്നീ നക്ഷത്രങ്ങളടങ്ങിയ മകരം രാശിയാണ്. തങ്ങളുടെ ലക്ഷ്യത്തേക്കാൾ വലുതായി മകരം രാശിക്കാർക്ക് മറ്റൊന്നുമില്ല. ലക്ഷ്യത്തിന് മുന്നിൽ അവർ വൈകാരികമായ ബന്ധങ്ങൾക്ക് വലിയ പ്രാധാന്യം നൽകാറുമില്ല. അതവരുടെ പ്രിയപ്പെട്ടവരെ സങ്കടത്തിലേക്ക് നയിക്കും. മകരം രാശി നിശ്ചയദാർഢ്യത്തിനും ലക്ഷ്യപ്രാപ്തിക്കും പേരുകേട്ടതാണ്. ഉയർന്ന ജീവിത നിലവാരം നേടിയെടുക്കുവാൻ അക്ഷീണം പ്രവർത്തിക്കുന്നവരാണ് ഈ കൂട്ടർ. എന്നിരുന്നാലും വിജയത്തിനായുള്ള ഈ അശ്രാന്ത പരിശ്രമം ചിലപ്പോൾ വ്യക്തിപരമായ ബന്ധങ്ങളിൽ നഷ്ടങ്ങൾ ഉണ്ടാക്കിയേക്കും. ലക്ഷ്യങ്ങൾ നേടുന്നത് പോലെ തന്നെ ബന്ധങ്ങൾ വളർത്തിയെടുക്കുന്നതും പ്രധാനമാണ്. അത് ഈ രാശിക്കാർ ഓർത്തിരിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. പ്രിയപ്പെട്ടവരുമായുള്ള ഇടപെടലുകൾ എന്നിരുന്നാൽ തന്നെയും കൂടുതൽ സംതൃപ്തമായ ജീവിതത്തിലേക്ക് ഇവരെ നയിക്കുന്നതായിരിക്കും. മറ്റുള്ളവരെ വേദനിപ്പിക്കുന്ന ഈ സ്വഭാവങ്ങൾ ഒരു പരിധിവരെ കൃത്യമായ മെഡിറ്റേഷനും അതുപോലെ തന്നെ പ്രാർത്ഥനകളാലും സമാധാനം നിറഞ്ഞ അന്തരീക്ഷത്താലും ഒക്കെ മാറ്റിയെടുക്കാവുന്നതാണ്. കൂടുതലും ഇത് കുടുംബ പ്രശ്നങ്ങളിലേക്ക് പോകുന്നതിന് പ്രധാന ഒരു കാരണമാണ്. ദാമ്പത്യ പ്രശ്നങ്ങൾക്ക് പ്രധാനപ്പെട്ട ഒരു കാരണം ഇങ്ങനെയുള്ള ആളുകളുടെ സ്വഭാവമാണ് എന്ന് നിസ്സംശയം പറയുവാൻ സാധിക്കും. അതിനാൽ തന്നെ ഇതൊക്കെ മാറ്റുവാൻ ഒന്ന് ശ്രമിക്കുന്നത് ഗുണകരമായിരിക്കും. ഇന്നത്തെ നമ്മുടെ വിഷയം ഇവിടെ നിർത്തുന്നു. മറ്റൊരു വിഷയവുമായി കാണുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.